ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമോ നമഃ. അത്രിതന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യനന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതനെന്നറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർക്കബാദ്യാദികൾ കൊണ്ടു ത്വം രാജീവലോചനം ഭ്രാത് ഭാര്യാനിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട്. ചൊല്ലഴും എന്നുടെ പത്നിയുണ്ടത്ര കേൾ, എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നിത് ചെന്നു കണ്ടാലും ജനകനൃവാത്മജേ എന്നതു കേട്ടു. രാമാജ്ഞയാ ജാനകി ചെന്നനസൂയ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മസാബല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ടലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യാമാശ്രിത്യ രാഘവൻ തന്നോട് കൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജാദാനി അകമ്പുക്ക് നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർതൃരകേ ഗമിക്കുന്ന ചീടിനാൻ. ഭ്രഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ ദുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനകം. നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം ആത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവനും ഉമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇദ്ധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമോ